രാത്രി എപ്പോഴോ തന്റെ കഴുത്തിൽ കൂടി എന്തോ ഇഴയുന്ന പോലെ തോന്നിയാണ് ഹിമ കണ്ണു തുറന്നത്. പണ്ട് പൊട്ടിച്ചെടുത്ത അതേ മിന്നുമാല വീണ്ടും അവളുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നു. അവൾ അടുത്ത് കിടക്കുന്നവനെ ഒന്ന് നോക്കി. കൈ തലയിൽ കുത്തി ചെരിഞ്ഞു കിടന്ന് തന്നെ നോക്കി ചിരിക്കുകയാണവൻ. പക്ഷേ ആ കണ്ണിൽ അപ്പോഴും വിഷമം തന്നെയാണ്. അവൻ പതിയെ വലത്തെ കൈകൊണ്ട് അവളുടെ മാറിൽ കിടക്കുന്ന മിന്നിൽ ഒന്ന് തൊട്ടു. പെട്ടെന്ന് ആ കണ്ണ് നിറഞ്ഞു വന്നു. അയ്യേ, എന്താ ഇത്, കൊച്ചുകുട്ടികളെ പോലെ തുടങ്ങല്ലേ അച്ചച്ച. അവന്റെ മനസ്സ് വായിച്ച പോലെ അവൾ പറഞ്ഞു. അവൾ അവന് നേരെ തിരിഞ്ഞ് നിറഞ്ഞു വന്ന കണ്ണുകളിലേക്ക് ചുണ്ടു ചേർത്തു. അതുവരെ മനസ്സിൽ അടക്കി വെച്ച വേദന അത്രയും അണപൊട്ടി ഒഴുകിയ പോലെ അവൻ അവളെ പൂണ്ടടങ്ങി കെട്ടിപ്പിടിച്ചു. സോറി കുഞ്ഞ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അന്ന് ഞാൻ എന്തോ കളന്റെ പുറത്ത് പറ്റിപ്പോയതാടി. അവന്റെ കണ്ണീര് നഗ്നമായ അവളുടെ തോളുകളെ നനയിച്ചുകൊണ്ടിരുന്നു. അവൾ അവനിൽ നിന്നകന്ന് അവന്റെ നെറുകയിൽ മുത്തി. പോട്ടെ, സാരമില്ല അച്ചാച്ച. അതങ്ങനൊരു സാഹചര്യത്തിൽ പറ്റിപ്പോയതല്ലേ. ആരാണേലും അങ്ങനെ ചെയ്യൂ. പിന്നെ നമ്മൾ തെറ്റൊന്നും ചെയ്യാത്തത് കൊണ്ടല്ലേ ദൈവം നമുക്ക് എല്ലാ സന്തോഷവും തിരിച്ചു തന്നത്, നമുക്ക് നമ്മുടെ കുഞ്ഞിനെ തന്നത്. ഹിമ പറഞ്ഞതെല്ലാം അലോഷി കേട്ടിരുന്നു. ഒരു നിമിഷം അവളെ തന്നെ നോക്കി അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. ഹിമ തന്റെ പ്രാണനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. രാവിലെ അലോഷിയുടെ ഫോൺ നിർത്താതെ റിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചെക്കന് വലിയ മൈൻഡൊന്നുമില്ല. അവൻ ഹിമയെ തന്നെ കെട്ടിപ്പിടിച്ച് കിടപ്പാണ്. അച്ചച്ച, എഴുന്നേറ്റ്, ഓഫീസിൽ നിന്നാവും, എടുത്തു നോക്ക്, ഹിമ പറഞ്ഞു. വേണ്ട, ഇവിടുന്ന് എഴുന്നേറ്റാൽ ഈ സുഖം അങ്ങ് പോവും. അവൻ വീണ്ടും അവളുടെ മാറിലേക്ക് തന്നെ ചാഞ്ഞു. അവന്റെ കിടപ്പ് കണ്ട് ഹിമയ്ക്ക് ചിരി വന്നു. അവൾ ഒരു കൈ കൊണ്ട് അവനെ ചേർത്ത് പിടിച്ച് മറുകൈ നീട്ടി ഫോൺ എടുത്തു. മറിനാണ്. എപ്പോഴും ആ പേര് അവന്റെ ഫോണിൽ കാണുമ്പോൾ ഹിമയ്ക്ക് ദേഷ്യം വരാറാണ് പതിവ്. പക്ഷെ ഇന്നെന്തോ അവൾക്ക് പ്രത്യേകിച്ച് വികാരം ഒന്നും തോന്നിയില്ല. അച്ചച്ച, ദാ മെറിൻ ചേച്ചിയാ, എടുക്ക്, ഹിമ പറഞ്ഞു. ആരായാലും എനിക്ക് വയ്യ. അവൻ ഹിമയെ ചുറ്റിപ്പിടിച്ച് കുറച്ചുകൂടി ചേർന്ന് കിടന്നു. വേറെ നിവർത്തിയില്ലാതെ ഹിമ ഫോണെടുത്ത് അവന്റെ കാതിലേക്ക് വെച്ചു. അലോഷി ഹിമയെ കൂർപ്പിച്ചൊന്ന് നോക്കി. എന്താ മെറിൻ ഇത്ര രാവിലെ? അത്രയും മാത്രം ചോദിച്ചു. പിന്നെ അലോഷിയെല്ലാം ഒരു മൂളലിൽ ഒതുക്കുകയായിരുന്നു. ശരി, നീ വന്നോ, ഞാനിവിടുണ്ട്. അവൾ കട്ട് ചെയ്തു. ഹിമ ഫോൺ മാറ്റി വെച്ചു. അലോഷി തലചരിച്ച് അവളെ ഒന്ന് നോക്കി. എന്താ ഒരു കള്ളനോട്ടം? ഹിമ ചോദിച്ചു. ഒന്നുമില്ല, എന്റെ കുഞ്ഞിന് കുശുമ്പ് കുത്തുന്നുണ്ടോന്ന് നോക്കിയതാ, അലോഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അച്ചച്ചൻ മെറിൻ ചേച്ചിയോട് സംസാരിക്കുന്നതിന് ഞാൻ എന്തിനാ കുശുമ്പ് കാണിക്കുന്നത്? നിങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സ് ഒക്കെ ആകുമ്പോൾ എന്തെല്ലാം സംസാരിക്കാൻ കാണും. ഹിമ പറയുമ്പോൾ അലോഷി അവളെ തന്നെ നോക്കിയിരുന്നു. അല്ല, നിനക്ക് തലയ്ക്ക് വല്ല തട്ടും കിട്ടിയോ? അവന്റെ സംസാരം കേട്ട് ഹിമ അവനെ തറപ്പിച്ചൊന്ന് നോക്കി. അല്ല, ഒരു രാത്രി കൊണ്ട് ഇത്രയും വിവരം വരാൻ ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നും കണ്ടില്ല, അവൻ പറഞ്ഞിട്ട് വീണ്ടും അവളിലേക്ക് തന്നെ ഒതുങ്ങി. കുറച്ചൊക്കെ സംശയവും വഴക്കും ദേഷ്യവും തല്ലും ഒക്കെ ആവാം കുഞ്ഞാ, അലോഷി പറഞ്ഞു. അതെന്താ അങ്ങനെ? ഹിമ ചോദിച്ചു. അതോ, അതേ, ഈ വഴക്കൊക്കെ കഴിയുമ്പോൾ ഒരു സ്നേഹമുണ്ട്, അതിന് വല്ലാത്തൊരു ഫീലാ കുഞ്ഞാ. അതും പറഞ്ഞ് അവൻ അവളുടെ കഴുത്തിലെ കാക്കപ്പുള്ളിയിൽ നാവ് കൊണ്ടൊന്ന് ഒഴിഞ്ഞു. ഹിമ ഒന്ന് പുളഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി. അയ്യടാ, ഞാൻ വെറുതെ വഴക്ക് കൂടിയതൊന്നും അല്ല. മെറിനോട് മിണ്ടരുതെന്നൊന്നും ഞാൻ പറയില്ല. പിന്നെ ഈ കെട്ടിപ്പിടുത്തവും തോളിൽ കൈയിട്ടുള്ള നടപ്പും ഒന്നും വേണ്ട, അതെനിക്കിഷ്ടമല്ല. പിന്നെ നിങ്ങൾ വലിയ പുണ്യാളനൊന്നും ആവണ്ട അച്ചച്ചാ. ഇങ്ങോട്ടേക്ക് വന്നു കയറാൻ റെഡി ആയിക്കോന്ന് അവളെ വിളിച്ച് പറയുന്നതൊക്കെ ഞാൻ കേട്ടു, ഹിമ മുഖം കൂർപ്പിച്ചു പറഞ്ഞു. അതെന്റെ കൊച്ചു കേട്ടത് സത്യം തന്നെ. എന്നായാലും മെറിൻ ഇങ്ങോട്ട് വന്നു കയറാനുള്ളത് തന്നെ, അൽവശി പറഞ്ഞതും ഹിമ കണ്ണു നിറച്ച് അവനെ ഒന്ന് നോക്കി. അച്ചച്ചാ, എന്താ ഇതൊക്കെ? എടി പോത്തെ, നിന്റെ കണ്ണിൽ ഇവിടെ ആണൊരുത്തൻ ഞാൻ മാത്രമേ ഉള്ളോ? ലോകത്തുള്ള എല്ലാവരും എന്നെ കെട്ടിയാൽ എങ്ങനാടി? ഞാനൊരു മനുഷ്യനല്ലേ. നിന്റെ കെട്ടിയവന് മാത്രം മതിയോ പെണ്ണ്, വേറെ ആർക്കും വേണ്ടേ? ഒന്നിനെ കൊണ്ട് തന്നെ ഇവിടെ വയ്യ, അപ്പോഴാ, അലോചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ പിന്നെ ഇവിടെ വേറെ ആരാ? ഹിമ തന്നോട് തന്നെ ചോദിച്ചു. അയ്യോ, അലക്സിച്ചായനോ? ഹിമ ചാടി എഴുന്നേറ്റ് ചോദിച്ചു. അവിടെ നോട്ടവും ചോദ്യവും ഒക്കെ കണ്ട് അലോഷിക്ക് ചിരി വന്നു. ഭാഗ്യം, ഇപ്പോഴേലും മനസ്സിലായല്ലോ. നീ ഇങ്ങനെ എല്ലാം കാണിച്ചുകൊണ്ടിരിക്കാതെ ഡ്രസ്സ് എടുത്തിട്ട് കൊച്ചേ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും തുടങ്ങും. പക്ഷേ ഹിമ അതൊന്നും കേട്ട മട്ടില്ല. എന്നാലും അച്ചച്ച, അതെങ്ങനെ ശരിയാവും? ഏത്? അലോഷി സംശയത്തോടെ ചോദിച്ചു. അല്ല, അലക്സിച്ചായനും മെറിൻ ചേച്ചിയും. അലോഷി എഴുന്നേറ്റിരുന്നു. അടുത്ത് കിടന്ന ഡ്രസ്സ് എടുത്ത് അവളെ ഇടിയിച്ചു. കൊച്ചുകുട്ടിയെ പോലെ ഹിമ അവന് മുന്നിൽ ഇരുന്നു കൊടുത്തു. ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. ഇടി പൊട്ടി, മെറിനും അലക്സും തമ്മിൽ നേരത്തെ ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാ അമ്മച്ചി അവളെ എനിക്ക് വേണ്ടി ആലോചിച്ചത്. രണ്ടുപേർക്കും താല്പര്യമില്ലാതിരുന്നത് കൊണ്ട് അതേതായാലും നടന്നില്ല.
പിന്നെയാ സോഫിയുടെ എൻട്രി. അതോടെ എൻ്റെ ലൈഫ് ഒരു വഴിക്കായി. ഇതെല്ലാം കൂടി ആയപ്പോൾ നമ്മുടെ പിള്ളേർക്ക് എന്തോ ഒരു കുറ്റബോധം. എനിക്കൊരു ജീവിതം ഉണ്ടായിട്ട് മതി അവർക്കെന്ന് രണ്ടും കൂടി അങ്ങ് തീരുമാനിച്ചു. ഇതൊന്നും ആരോടും പറഞ്ഞതുമില്ല. പിന്നെ പതിയെ അലക്സ് അവളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നമ്മുടെ കെട്ട് കഴിഞ്ഞും അവൻ അടുക്കുന്ന മട്ടില്ലെന്ന് കണ്ട അവൾ ഇങ്ങോട്ട് വന്നത്. ഇത് നേരത്തെ അറിഞ്ഞ അവൻ അപ്പച്ചൻ്റെ കൂടെ തോട്ടത്തിൽ പോയി. എടാ കള്ള ഇച്ചായ, ഹിമ അറിയാതെ പറഞ്ഞുപോയി. എടോ കള്ള കെട്ടിയോനെ, അനിയൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ തനിക്ക് നാണമില്ലേടോ? ഹിമ അലോഷിയുടെ കോളറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. നിനക്ക് എന്താ കൊച്ചേ? അലോഷി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടല്ലോ. എടി അത് നാട് വിട്ടു പോയി അവിടെ മറ്റവൻ ലാൻഡ് ചെയ്തെന്ന് അറിഞ്ഞ സന്തോഷമാണ്. ആ, ഇനി ഡയലോഗൊക്കെ പിന്നെ. പോയി ഫ്രഷ് ആയി സമയത്തിന് വല്ലതും കഴിച്ചോണം, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും, ആലോചിച്ച് ശാസനയോടെ പറഞ്ഞു. മടിച്ചാണെങ്കിലും ഹിമ വാഷ്റൂമിലേക്ക് പോയി. അന്നമ്മയും സൂസമ്മയും കിച്ചണിൽ നല്ല പണിയിലാണ്. അന്നമ്മയുടെ മുഖത്ത് പറയത്തക്ക തെളിച്ച ഒന്നുമില്ല. എൻ്റെ ചേട്ടത്തി 2 ദിവസം നിന്നിട്ട് കൊച്ചിങ് വന്നോളും. കുറച്ചു കഴിഞ്ഞ് നമുക്ക് ഫോൺ ചെയ്യാം, പിന്നെ സാറ ഉണ്ടല്ലോ അവിടെ, സൂസൻ പറഞ്ഞു. അതല്ല സൂസി, ഇന്നലെ അലോഷി പറഞ്ഞത് നീയും കേട്ടതല്ലേ. മുഖം തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. മോളാണെന്നോ വയറ്റിലൊരു ജീവനുള്ളതാണോ അയാൾ ഓർക്കില്ല. ഏത് നേരത്താണോ പറഞ്ഞു വിടാൻ തോന്നിയത്. എൻ്റെ കൊച്ചിനൊന്നും വരുത്തല്ലേ ഈശോയെ. അന്നമ്മ സ്വയം പഴിച്ചു. അലോഷി വരാൻ ലേറ്റ് ആകുമെന്ന് അലക്സ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കിടക്കാൻ പറഞ്ഞത്. പിന്നെ ഏത് കൊല്ലത്തിലാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. ആ കൊച്ചെന്ന് വെച്ചാൽ അവന് ജീവനാ. പക്ഷേ ഉള്ള സ്നേഹം പുറത്ത് കാണിക്കാൻ ഒട്ടറിയാനും പാടില്ല, സൂസമ്മ നെടുവീർപ്പോടെ പറഞ്ഞു. അമ്മച്ചി ചായ. ഹിമയുടെ നീട്ടിയുള്ള വിളി കേട്ടാണ് രണ്ടുപേരും തിരിഞ്ഞു നോക്കിയത്. അന്നമ്മ ആകെ സ്തംഭിച്ചു പോയി. മോളെപ്പോ വന്നു? അന്നമ്മ ചോദിച്ചു. ഓ അതോ, ഇന്നലെ അച്ചച്ചൻ വന്നപ്പോൾ ഞാനിങ്ങ് പോന്നു, ഹിമ പറഞ്ഞു. ഓ, ഞാനോർത്തു 2 ദിവസത്തേക്ക് സമാധാനം കിട്ടിയെന്ന്. ലിൻഡയാണ്. ഒന്ന് പോടി, കൊച്ചിനെ ഓരോന്ന് പറയാതെ, സൂസമ്മ ലിൻഡയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താണ് ലേഡീസ്, ഒരു ചർച്ച? അലോഷി അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഇന്നലെ വന്നപ്പോൾ ഒന്ന് വിളിക്കായിരുന്നു, അന്നമ്മ പരാതി പോലെ പറഞ്ഞു. ഒരുപാട് ലേറ്റായി അമ്മച്ചി, അതാ. അപ്പോഴേക്കും സൂസമ്മ 2 പേർക്കും ചായ എടുത്തു കൊടുത്തു. അലോഷി കുടിക്കാൻ തുടങ്ങിയെങ്കിലും പെട്ടെന്നാണ് തൻ്റെ കപ്പിൽ നോക്കിയിരിക്കുന്നവളെ അലോഷി കണ്ടത്. ദാ നല്ല വീക്ക് തരിഞ്ഞ് കുറച്ച് കൂടുന്നുണ്ടേ, അലോഷി ദേഷ്യം നടിച്ചു പറഞ്ഞു. എന്തോ നടാ ചെക്ക, കൊച്ചിനെ വഴക്ക് പറയാതെ. അതവിടെ ഇരുന്നോട്ടെ, അന്നമ്മ പറഞ്ഞു. ഞാൻ കഴിച്ചതിൻ്റെ ബാക്കിക്ക് വേണ്ടിയാ ഈ ഇരിപ്പ്. ദാ നത്തിൻ്റെ നോട്ടം കണ്ടോ, അലോഷി പറഞ്ഞു. അത് മനസ്സിലായെങ്കിൽ അങ്ങ് കൊടുത്തുകൂടെ നിനക്ക്? സൂസമ്മ അലോഷിയുടെ കയ്യിലിരുന്ന ചായ വാങ്ങി ഹിമയ്ക്ക് കൊടുത്തു. വിളിക്ക് ചിരിച്ചുകൊണ്ട് അവൾ അത് വാങ്ങി കുടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും മുറ്റത്തൊരു കാറ് വന്നു നിന്നു. ഫിലിപ്പാണ്. എല്ലാവരും അങ്ങോട്ടേക്ക് ചെന്നു. ഫിലിപ്പിന്റെ കണ്ണ് ആദ്യം തിരിഞ്ഞത് ഹിമയെയാണ്. അവളെ കണ്ടപ്പോഴേക്കും ഫിലിപ്പിന്റെ കണ്ണ് വിടർന്നു. സുഖാണോ മോളെ? എടി പിള്ളാരെ, നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ നന്നായി നോക്കുന്നില്ലേ? ആകെ ഒരു ക്ഷീണം, ഫിലിപ്പ് ചോദിച്ചു. ഓ, ഞങ്ങൾ നോക്കുന്നത് പോരെങ്കിൽ ഇനി ഇച്ചായൻ തന്നെ നോക്കിക്കോ, സൂസമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നോക്കൂ എടി, ഞാൻ നോക്കൂ എൻ്റെ കൊച്ചിനെ. മോളോ എന്തുണ്ടെങ്കിലും അപ്പച്ചനോട് പറഞ്ഞാൽ മതി കേട്ടോ. ഫിലിപ്പ് വലിയ ഗൗരവത്തിലാണ്. ഹിമ ഊവൻ തലയാട്ടി. അധികം വൈകാതെ അലോഷി ഹിമയെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. ഹോസ്പിറ്റലിൽ സ്കാനിങ്ങും ചെക്കപ്പും ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴാണ് ഹിമ ആ കാഴ്ച കണ്ടത്. ഒരേ ദിശയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ. അവനും അങ്ങോട്ടേക്ക് കണ്ണോടിച്ചു. എഡ്ഡി പാവം ഇപ്പോൾ വീൽചെയറിലാണ്. കാലും കൈയും ഒടിഞ്ഞിട്ടുണ്ട്. എന്തായാലും കാര്യമായിട്ട് അലോഷി കൊടുത്തിട്ടുണ്ട്. ഹിമ ദയനീയമായി അലോഷിയെ ഒന്ന് നോക്കി. അവൻ ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ചതും അവൾക്ക് ചിരി വന്നു. അവൾ തിരിച്ചു വീട്ടിലെത്തിയപ്പോഴേക്കും മെറിനും വന്നിരുന്നു. അവളെ കണ്ടപാടെ റൂമിൽ കയറി വാതിലടച്ചതാണ് അലക്സ്. പിന്നെ കഴിക്കാൻ നേരത്താണ് ആള് പുറത്തിറങ്ങിയത്. അപ്പച്ചാ, പുതിയ വിശേഷമൊക്കെ അറിഞ്ഞോ? അലക്സ് ചോദിച്ചു. ഇവിടെ പപ്പ വിളിച്ചിരുന്നു. എന്തായാലും നന്നായി മോളെ, ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. കുറച്ച് താമസിച്ചാൽ എന്താ, നല്ല ഒന്നാന്തരം ചെക്കനെയല്ലേ കിട്ടിയത്, അന്നമ്മ പറഞ്ഞു. ഓ, അങ്ങനൊന്നുമില്ല, ആ ചെക്കൻ്റെ യോഗം എന്നേ ഞാൻ പറയൂ. അല്ല, ഇത്രയും നല്ല കൊച്ചിനെയും കിട്ടുമോ? സൂസമ്മ മെറിനെ നോക്കി കണ്ണു ചിമ്മി. എല്ലാം കേട്ട് കിളി പോയി ഇരിക്കുകയാണ് അലക്സ്. എന്താടാ, നിനക്കൊന്നും മനസ്സിലായില്ലേ? എടാ, മെറിന്റെ കെട്ടുറപ്പിച്ചു, അടുത്ത മാസമാണ്, അലോഷി അലക്സിനോട് പറഞ്ഞു. ആദ്യം ഒന്ന് പതറിയെങ്കിലും പെട്ടെന്ന് അലക്സ് നോർമലായി. അതെന്താ പെട്ടെന്ന്, അലക്സ് ചോദിച്ചു. ഓ, അങ്കിള് പറഞ്ഞതാ ഒരു 6 മാസം കഴിഞ്ഞ് മതിയെന്ന്. പക്ഷെ അപ്പോഴേക്കും എൻ്റെ കൊച്ചിന് ഡേറ്റ് ആവും, അതുകൊണ്ട് അടുത്ത മാസം തന്നെ ഫിക്സ് ചെയ്തു. പിന്നെ ഇപ്പോൾ തന്നെ ലേറ്റായി. ഇവിടെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ കെട്ടി മക്കളുമായി. ഇനി ആരെ നോക്കി ഇരിക്കുവാ? അലോഷി അത് പറയുമ്പോൾ മെറിൻ അലക്സിനെ ഒന്ന് പാളി നോക്കി. അവൻ. 'അവൻ' 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 'അവൻ'
എന്തോ കഴിച്ചെന്ന് വരുത്തി ആരോടൊന്നും പറയാതെ അലക്സ് റൂമിലേക്ക് പോയി.
ആകെ ടെൻഷനാണ്. അലോഷിക്കൊരു ജീവിതം ഉണ്ടായിട്ട് മതി നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കാൻ എന്ന് പറഞ്ഞത് അലക്സ് തന്നെയാണ്. മെറിൻ അത് സമ്മതിച്ചതുമാണ്. അപ്പോഴാണ് അലോഷിയുടെ ജീവിതം ആകെ തകിടം മറിഞ്ഞത്. താൻ കാരണം ഒരു പെണ്ണിന്റെ ജീവിതം നശീകരുത്തെന്ന് കരുതിയാണ് അവളിൽ നിന്ന് അകന്നത്. പക്ഷെ ഇപ്പോ അവൾ മറ്റൊരുത്തിന് സ്വന്തമാകാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ എന്തോ ഉള്ളിലൊരു വേദന. പെട്ടെന്നാണ് പിന്നിലൊരു കാൽപ്പെരുമാറ്റം കേട്ടത്. അലക്സ് തിരിഞ്ഞു നോക്കി. മെറിനാണ്. അവളെ കണ്ടതും കണ്ണു നിറഞ്ഞു. ഉള്ളിൽ തെകിട്ടി വന്ന വികാരം അവളിൽ നിന്ന് മറയ്ക്കാൻ അവൻ മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്നു. ഇച്ചായ, എല്ലാം അറിഞ്ഞല്ലോ. ഉം അലക്സ് ഒന്ന് മൂളിയതേയുള്ളൂ. ഒന്നും പറയാനില്ലേ? അവളുടെ ചോദ്യത്തിന് അലക്സ് ഒന്നും മിണ്ടിയില്ല. ദാ ലെറ്റർ. നാളെ ഇച്ചായൻ അറിയും. ഇച്ചായൻ എന്തായാലും വരണം, മെറിൻ പറഞ്ഞു. അലക്സ് ലെറ്റർ വാങ്ങി. അപ്പോഴും അവളുടെ മുഖത്ത് നോക്കാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് നോക്കിയില്ല. മടിച്ചു മടിച്ച് തുറന്നു നോക്കി. അവൾക്കൊപ്പം അവന്റെ പേര് കണ്ട് അലക്സിന്റെ കണ്ണു നിറഞ്ഞു. മെല്ലെ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. എന്താ, ഇഷ്ടായില്ലേ? അവളുടെ ചോദ്യത്തിന് കാറ്റ് പോലെ പാഞ്ഞു വന്നവൻ അവളെ കെട്ടിപ്പിടിച്ചു. സോറി, എന്നോട് ക്ഷമിക്കും മെറിൻ. അറിയാതെ പറ്റിപ്പോയതാ. അതിവേഗം ഇടിക്കുന്ന അവന്റെ ഹൃദയതാളത്തിൽ നിന്ന് തന്നെ മനസ്സിലായിരുന്നു അവന്റെ മാനസികാവസ്ഥ. കൂടുതലൊന്നും പറഞ്ഞ് വേദനിപ്പിക്കാൻ അവൾക്കും തോന്നിയില്ല. ഒരുപാട് നാവുകൾക്കിടയിലും ചിരിച്ചുകൊണ്ട് അവൾ അവനെ കെട്ടിപ്പിടിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. കല്യാണ തിരക്കിലാണ് പാലക്കൽ കുടുംബം. ഹിമയ്ക്ക് മാസം 3 കഴിഞ്ഞു. ചെറുതായി വയറൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ചു നാൾ മുമ്പ് വരെ എന്തിനും ഏതിനും അവൾക്ക് അലോഷി വേണമായിരുന്നു. പക്ഷെ ഇപ്പോ അവനെ കാണുന്നത് തന്നെ കലിയാണ് പെണ്ണിന്. അലോഷിക്ക് അതിൽ നല്ല വിഷമവും ഉണ്ട്. മന്ത്രക്കോടി എടുക്കാൻ ഷോപ്പിൽ വന്നതാണ്. എല്ലാത്തിനും ഹിമ ഓടി നടക്കുന്നുണ്ട്. പെണ്ണിന്റെ ഓട്ടം കാണുമ്പോൾ അലോഷിയുടെ നെഞ്ചിടിക്കും. പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് പുറകെ നടപ്പാണ് ഇപ്പൊ പ്രധാന പണി. എന്താടാ, റെസ്റ്റ് ആണോ? ഷോപ്പിൽ ഒരു സൈഡിൽ തളർന്നിരിക്കുന്ന അലോഷിയോട് അലക്സ് ചോദിച്ചു. കൊച്ചിനെ കയ്യിലോട്ട് കിട്ടുമ്പോൾ ഞാൻ കിടപ്പിലാവുന്ന എല്ലാ ലക്ഷണവും ഉണ്ട്. അലക്സിനെ നോക്കി അവൻ ദയനീയമായി പറഞ്ഞു. സാരമില്ല, നീയും അവളെക്കുറിച്ച് വിഷമിപ്പിച്ചതല്ലേ? അലക്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അലോഷി അലക്സിനെ ആകെയൊന്ന് നോക്കി. പിന്നെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്താടാ, വട്ടായോ? അലക്സ് ചോദിച്ചു. എടാ, ഞാൻ 10 ദിവസം മിണ്ടാതിരുന്നതിനാണ് അവൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 5 കൊല്ലം മിണ്ടാതിരുന്ന നിന്റെ അവസ്ഥ? ഈശോയെ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അലോഷി ചിരി തുടർന്നു. പോടാ കോപ്പേ, ഞാൻ സോറി പറഞ്ഞ് എല്ലാം സോൾവ് ആക്കി. അവൾ എന്നോട് ക്ഷമിക്കുകയും ചെയ്തു. പിന്നെന്താ? അലക്സ് പതർച്ചയോട് ചോദിച്ചു. എടാ, ഇവളുമാര് ക്ഷമിക്കും, പക്ഷെ ഒന്നും മറക്കില്ല. എപ്പോഴെങ്കിലും തരും, പലിശയും ചേർത്ത് തരും. നോക്കിയിരുന്നോ? അലോഷി പറഞ്ഞു. അലക്സ് ആകെ കിളിപ്പോയി ഇരിക്കുകയാണ്. അപ്പോഴാണ് അലോഷിയുടെ കണ്ണ് ഹിമയിൽ ഉടക്കിയത്. തന്നെ നോക്കി ചിരിക്കുന്നവളെ അലോഷി നോക്കിയിരുന്നു. പതിയെ അവന്റെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു. തന്റെ പ്രാണന്റെ പാതിക്ക് വേണ്ടി മാത്രം വിരിഞ്ഞ ഒരു ചിരി.